ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാരയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തർ ഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്തൈക്യം നമാമി ഭക്തിശക്തികം. കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമ്യഹം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. എന്താണ് നമ്മൾ പറയുന്ന ആള്, ഭാഗവതം പറയുന്ന ആള് പറയുന്നതെല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അതുപോലെ അവർക്ക് ആ പറയുന്ന ആളും അവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളൊന്നും ഇല്ലാതിരിക്കാനും ഭഗവാന്റെ ആ കടാക്ഷം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ വേറൊരാൾ അതേ രീതിയിൽ ശ്രവിക്കണമെന്നില്ല. ആ ശ്രവിക്കുന്നത് തന്നെ വ്യത്യാസം ഉണ്ടാകും. ഒരേ വാക്കായിരിക്കും പറയുന്നതും കേൾക്കുന്നതുമെങ്കിലും അതിലും വ്യത്യാസത ചിലപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് അതെല്ലാം ഭഗവാന്റെ കരുണാമയനായ ഭഗവാന്റെ കരുണയ്ക്ക് വിട്ടുകൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ കഴിയണേ, കിട്ടണേ എന്ന് കേൾക്കാനിരിക്കുന്നവർക്ക് ലഭിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ക്ലാസ് തുടങ്ങും. ഹരേ കൃഷ്ണ. ശ്ലോകം 34 വരെ തീർന്നു. ഇനി 2 ശ്ലോകങ്ങളെ ഉള്ളൂ നമുക്ക് ഈ 12ാം അധ്യായത്തില്. അത് ഒരുമിച്ച് വായിച്ചതങ്ങ് തീർക്കാം നമുക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ആർക്കെങ്കിലും ഓർമ്മ വല്ലതും ഉണ്ടോ? നമ്മൾ എവിടം വരെ എത്തി? ഭാഗവതം എന്ത് പറഞ്ഞു, എന്ത് പഠിച്ചു? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒരു പുതിയ ശ്ലോകത്തിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പായിട്ട് അവിടെ എന്താണ് നമ്മൾ ഇതുവരെയും കേട്ടിരുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഗ്രൂപ്പില്? ഹരേ കൃഷ്ണ. യുധിഷ്ഠിരന്റെ മനസ്സിൽ നിന്ന് ഭയം മാറുന്നില്ല. താനാണോ യുദ്ധത്തിന് കാരണമെന്ന് ചിന്തിക്കുന്നു. കുരുക്ഷേത്ര യുദ്ധാനന്തരം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞതനുസരിച്ചാണ് താനെല്ലാം
ചെയ്തത്. ചെയ്തത്. അതിന് പ്രതിവിധിയായിട്ട് അശ്വമേധ യജ്ഞം നടത്താൻ തീരുമാനിച്ചു. തന്റെ മനസ്സിലെ ആ വിഷമം മാറാൻ മാർഗവുമില്ല. എപ്പോഴും താൻ തെറ്റുകാരനാണ് എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറ്റം സംഭവിക്കാനായിട്ട് അശ്വമേധയാഗം നടത്തണമെന്ന് തീരുമാനിച്ചു. അപ്പം മൂന്ന് അശ്വമേധയാഗങ്ങൾ നടത്തണമെന്നാണ് സാധാരണ. അപ്പൊ ഇവിടെ അശ്വമേധയാഗം നടത്തണം. പക്ഷെ അവിടെ ഒരു വിലങ്ങുതടിയായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് ഓർമ്മയുണ്ടോ മദരിക്ക്? നടത്താൻ തീരുമാനിച്ചപ്പം അതിന് നടത്തണമെങ്കിൽ എന്തുണ്ട്? വളരെയധികം ചെലവുണ്ട് അല്ലേ? ചുമ്മാ അശ്വമേധയാഗം നടത്താൻ പറ്റത്തില്ല. ഒരുപാട് ആൾക്കാരെ, വളരെ വലിയ വലിയ സദസ് ഉണ്ടാകണം, ഏറ്റവും പ്രമുഖരായ ആൾക്കാരെ വരുത്തണം, അതിനാവശ്യമായ സാമഗ്രികളെല്ലാം ഒരുക്കണം. രാജകൊട്ടാരം ഉത്സവത്തിനായിട്ട് നിറയണം. പിന്നെ അതുപോലെ അശ്വത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കണം. അപ്പൊ അത് കൊണ്ടുപോകാൻ ആള് വേണം, കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടെ ആരും എതിർക്കാതെ അതിനെ സ്വീകരിക്കണം. എതിർത്താൽ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എല്ലാം ചെലവാണ്. ചെലവൊഴിഞ്ഞ് ഒന്നുമില്ല. ഭയങ്കരമായ ചെലവാണ്. ഒരു ഭയങ്കരമായ ഉത്സവമാണ് അവിടെ അശ്വമേധ യജ്ഞം എന്ന് പറയുന്നത് വളരെ ഇതായിട്ടുള്ളതാണ്. അപ്പൊ അത് നടത്തണമെങ്കിൽ എന്താവശ്യമുണ്ട്? യജ്ഞം നടത്താൻ എന്താണ് ആവശ്യമുള്ളത്? ധനം വേണം. ഇഷ്ടംപോലെ ധനം വേണം, അറിവുള്ള എത്തുക്കൾ വേണം, അതുപോലെ നടത്തുന്നതിന് ആവശ്യമായ സംഭാരങ്ങളെല്ലാം സംഭരിക്കുന്നതിനുള്ള കഴിവ് വേണം. ഇതെല്ലാം ആവശ്യമായി വന്നു. ഏറ്റവും പ്രധാനമായത് ധനമായിരുന്നു. ധനം എങ്ങനെ ലഭിച്ചു? ധനത്തിന്റെ കാര്യം ആരാണ് ഹെൽപ്പ് ചെയ്തത്? അപ്പൊ കഴിഞ്ഞ ക്ലാസ് ആരും കേട്ടവരാരും ഇല്ല അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ധനം എങ്ങനെ ലഭിച്ചു എന്നുള്ളത് ഹരേ കൃഷ്ണ. വടക്കോട്ട് പോയാൽ ധനം കിട്ടുമെന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു മാതാജി. അതെ. വടക്കോട്ട് പോയാൽ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. വളരെ പ്രമുഖനായ രാജാവായിരുന്നു. അദ്ദേഹം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരും ഞാൻ ആ രാജ്യത്തെ കുറിച്ചും ഭരിച്ചിരുന്നതിനെ കുറിച്ചും എല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പക്ഷെ യാതൊരു ഫലവും ഇല്ല. നമ്മൾക്ക് എക്സ്പ്ലനേഷൻ കൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് വെറുതെ എടുത്തു പോകുന്നതാണ് നല്ലതല്ലേ പ്രഭു? അതാണ് കാരണം. ആർക്കും ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ പേരായിരുന്നു മരുത്തൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹം ശേഖരിച്ചു വരുന്ന ഒരു സ്വർണ്ണ കൂമ്പാരമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം നടത്തിയിരുന്ന യജ്ഞശാലയുടെ മുകൾ തട്ട് പോലും സ്വർണം കൊണ്ട് നിർമ്മിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ സ്വർണം അവിടെ അന്ന് യജ്ഞം നടത്തിയവർക്ക് കൊടുത്തിരുന്ന സ്വർണമെല്ലാം ബ്രാഹ്മണർക്ക് കൊണ്ടുപോകാൻ പറ്റാതെ അവരുപേക്ഷിച്ചിട്ട് പോയി. അപ്പം അവർക്ക് പറ്റുന്നത്രയും ബ്രാഹ്മണർ കൊണ്ടുപോയി. ആര് നടത്തിയ യജ്ഞത്തിന്റെ? മരുത്തൻ എന്ന് പറയുന്ന രാജാവ് നടത്തിയ യജ്ഞത്തിൽ ബ്രാഹ്മണർക്ക് പ്രസന്റായി കൊടുത്ത എല്ലാ സ്വർണ്ണ തളികകൾ ഒരു ഭാഗത്ത്, സ്വർണ്ണ പാത്രങ്ങൾ ഒരു ഭാഗത്ത്, കോയിൻസ് ഒരു ഭാഗത്ത്. അപ്പൊ ഇതൊക്കെ വാരിക്കെട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ പോലെ വലിയ സൂട്ട്കേസുകളൊന്നും അവർ കൊണ്ടുവന്നിരുന്നില്ല. അവരുടെ തുണിക്കെട്ടിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത്രയും സാധനങ്ങൾ ബ്രാഹ്മണർക്ക് കൊണ്ടുപോകാൻ കഴിയാതെ വന്നതൊക്കെ അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ ഉപേക്ഷിച്ചിട്ട് പോയ സ്വർണം എടുത്തുകൊണ്ട് വന്നാൽ ഈ അശ്വമേധ യജ്ഞങ്ങൾ നടത്താൻ കഴിയുമെന്ന് കൃഷ്ണൻ അവരെ ഉപദേശിക്കുന്നു. അങ്ങനെ അവിടെ പോകുന്നു. അവിടുന്ന് ഇഷ്ടംപോലെ ധനം സമാഹരിക്കാൻ കഴിയുന്നു. അങ്ങനെ കൊണ്ടുവന്നു. ഇവിടെന്ന് പറഞ്ഞു കൊണ്ടുവന്നത് മാത്രമല്ല, ഒരു അശ്വമേധ യജ്ഞത്തിനല്ല 3 അശ്വമേധ യജ്ഞത്തിന് ആവശ്യമായ ധനവും സംഭരിക്കാൻ അവിടെ കഴിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ വായിച്ചത്. അപ്പൊ അശ്വമേധ യജ്ഞം നടത്താനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. ധനം ഇഷ്ടം പോലെ ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ അവര് അശ്വമേധത്തിനുള്ള യുധിഷ്ഠിര മഹാരാജാവിന്റെ മനസ്സിന് സംതൃപ്തിക്കായി അശ്വമേധ യജ്ഞം ആരംഭിക്കുകയാണ്. അവിടെ ഭഗവാൻ കൃഷ്ണനുണ്ട്. എല്ലാവിധ കാര്യങ്ങളും നോക്കാനായിട്ട് അദ്ദേഹമുണ്ട്. പറയുന്ന മന്ത്രങ്ങൾ ശരിയാണോ? ഒരുക്കങ്ങളെല്ലാം ഉണ്ടോ? വേണ്ട വിധത്തിലാണോ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇവൻ ഇരിക്കുന്ന സ്ഥാനവും ആ യജമാനന്റെ ഇരിപ്പിടവും പോലും വളരെ ശ്രദ്ധാപൂർവമാണ് കാണേണ്ടിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ശരിയാണോ എന്ന് നോക്കി നടത്താനായിട്ട് എല്ലാത്തിന്റെയും രക്ഷകനായിട്ട് ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ധർമ്മരാജാവായ യുധിഷ്ഠിരനെ അങ്ങനെ ഭഗവാനെ എല്ലാം ചെയ്ത് സർവ്വവിധ സന്നാഹങ്ങളോടും കൂടി ആ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനെ സംതൃപ്തനാക്കുവാണ്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം കേട്ട് അതുപോലെ എന്താണോ ഭഗവാന്റെ വായിൽ നിന്ന് വീഴുന്നത് അതിനനുസരിച്ച് അപ്പൊ എല്ലാം ചെയ്യുമ്പോൾ ഭഗവാൻ
വളരെയധികം സംതൃപ്തനാകുന്നു, സന്തുഷ്ടനാകുന്നു എന്നാണ് നമ്മളിവിടെ കണ്ടത്. പരമദിവ്യോത്തമ പുരുഷനായ ഹരിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് മഹാരാജാവ് യുധിഷ്ഠിരൻ സ്വർണ്ണക്കൂമ്പാരം പിടിച്ചെടുത്തത്. അല്ലാതെ രാജ്യഭണ്ഡാരത്തിൽ സൂക്ഷിക്കാനുള്ള യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, യുദ്ധം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതോ ഏറ്റവും വലിയ യുദ്ധം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഭണ്ഡാരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ട്രഷറി കാലിയായിരുന്നു. ആ സമയത്ത് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ടാക്സ്, നികുതി മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യമായി അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം യാതൊരു കുറവും കൂടാതെ ജനങ്ങളുടെ സർവ്വവിധ കാര്യങ്ങളും നോക്കി നടത്തിപ്പോന്നു. അപ്പം യാതൊരു രീതിയിലും കൊട്ടാരത്തിലേക്ക് ഒന്നും ഉണ്ടാക്കണമെന്നോ ഒരു ചിന്തയും അവർക്കുണ്ടായിരുന്നില്ല. എല്ലാം എന്താണ്, രാജ്യകാര്യങ്ങൾക്കായി, ജനങ്ങളുടെ സംതൃപ്തിക്കായി അദ്ദേഹം ഉപയോഗിച്ചു. പക്ഷേ ആ ഉപയോഗം കൊണ്ട് ഈ യശമേധം നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് എടുക്കേണ്ടതായി വന്നത്. അപ്പൊ പ്രജകൾ ആരും തന്നെ അവകാശികളായി ഇല്ലായിരുന്നിടത്ത് ഒന്നാണ് എടുത്തുകൊണ്ട് വന്നത്. ചവറ്റുകൊട്ടയിലാണ് എന്തിട്ടിരുന്നത്, സ്വർണം ഇട്ടിരുന്നത്. അത് പിന്നീട് രാജാവ് തിരിച്ചെടുക്കുകയില്ല. ഒരാൾക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അത് തിരിച്ച് എടുക്കുകയില്ല. അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോയ സ്വർണം അവിടെ തന്നെ കിടന്നിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ വീക്കിൽ കണ്ടതാണ്. അപ്പം യജ്ഞാനുഷ്ഠാന പ്രക്രിയകൾ വ്യത്യസ്ത യുഗങ്ങൾക്കും വ്യത്യസ്ത കാലഭേദങ്ങൾക്കനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചും വ്യത്യാസമാണ്. അപ്പം രാജഭരണ കാര്യങ്ങളിൽ നിയുക്തനായിരുന്ന യുധിഷ്ഠിര മഹാരാജാവ് കർത്തവ്യ നിർവഹണാർത്ഥമുള്ള പ്രവൃത്തികളാൽ സ്വയമേ പാപിയാണ് ഞാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടാനാണ് ഇത് ചെയ്തത്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം, കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരമ്പ്രജ. അപ്പൊ നാമജപത്താൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രകീർത്തിക്കുക അദ്ദേഹത്തിന്റെ മുഖ്യമായ ഉദ്ദേശമായിരുന്നു. അതോടൊപ്പം തന്നെ ആ ജപിക്കുന്ന ഓരോ മന്ത്രങ്ങളും ഭഗവാനെ സംതൃപ്തനാക്കാൻ വേണ്ടി തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഹരേ കൃഷ്ണ. അതോടൊപ്പം തന്നെ ഇവിടെ എന്ത് വേണം, അശ്വത്തെ നാനാഭാഗങ്ങളിലേക്ക് അയക്കേണ്ടിയിരിക്കുന്നു. അശ്വം പോകുന്നിടത്തെല്ലാം ആരെങ്കിലും പിടിച്ചു കെട്ടിയാൽ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടതായും ഇരുന്നു. അങ്ങനെ അതും ഇതോടൊപ്പം ഉള്ളതായിരുന്നു. ഹരേ കൃഷ്ണ. നമ്മള് 35-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാണ്. ആഹുതോ ഭഗവാൻ രാജ്ഞ യാജയിത്വാദിജൈർ അനൃപം ഉവാസഗതിജിന്മാസാൻ സുഹൃതാം പ്രിയകാമ്യയാം. ആഹുതോ ഭഗവാൻ രാജ്ഞ യാജയിത്വാദിജൈരനൃപം ഉവാസഗതിജിന്മാസാൻ സുഹൃതാം പ്രിയകാമ്യയാം. ആഹുതഃ ഭഗവാൻ രാജ്ഞ യാജയിത്വാ ദ്വിജൈഹി നൃപം. ദ്വിജൈർ അനൃപം എന്ന് കിടക്കുന്നത് ദ്വിജൈഹി എന്നുള്ളതിന്റെ അവിസർഗമാണ്. ദ്വിജൈഹി അനൃപം നൃപം, ദ്വിജൈഹി നൃപം. ഉവാസ കതിചിത് മാസാൻ സുഹൃദാം പ്രിയകാമ്യയ. ഇത്രയും വാക്കുകളാണ് ഇതിൽ ഉള്ളത്. ആഹുതഃ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുക, ഇപ്പം യജ്ഞത്തിന് ക്ഷണിക്കുക, വിവാഹത്തിന് ക്ഷണിക്കുക, അതൊക്കെയാണ് ആഹുതഃ. ഭഗവാൻ ഇവിടെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ രാജ്ഞ എന്ന് വെച്ചാൽ രാജാവിനാൽ, യാജയിത്വ അനുഷ്ഠിക്കാൻ പോകുന്ന, ഒരു കാരണം കൊണ്ടാണ് അത് അനുഷ്ഠിക്കാൻ പോകുന്നത്. അപ്പം രാജാവിന്റെ സ്വന്തം ഇച്ഛപ്രകാരമല്ല, രാജ്യത്തിന്റെ സർവസമ്പൽ സമൃദ്ധിക്കായിട്ടും രാജാവിന്റെ മനസ്സാത്മാധാനത്തിനും വേണ്ടിയാണ് കൃഷ്ണൻ അവിടെ ഉപദേശിച്ചത്. ദ്വിജൈഹി, ദ്വിജർ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, 2 ജന്മമുള്ളവരെയാണ് ദ്വിജൻ എന്ന് പറയുന്നത്. ജനന സമയവും അതുപോലെ പൂണൂൽ ചടങ്ങ് അവർക്ക് ഉള്ളത് കൊണ്ടാണ് ബ്രാഹ്മണ ശ്രേഷ്ഠതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്ക് വരെയും അത് ആവശ്യമായിരുന്നു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ. ഇന്നാണ് അതൊന്നും ഇല്ലാതെയായത്. നൃപം രാജാവിന് വേണ്ടി, ഉവാസ വസിച്ചു, കതിചിത്ത് അല്പം, മാസാൻ മാസങ്ങൾ, സുഹൃദാം ബന്ധുജനങ്ങൾക്കായി, പ്രിയകാമ്യയ ബന്ധുജനങ്ങളുടെ സന്തോഷത്തിനായി, പ്രിയത്തിനായി. ആഹുതോ ഭഗവാൻ രാജ്ഞ യാജയിത്വാദിജൈർ നൃപം ഉവാസഗതിജിന്മാസാൻ സുഹൃദാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ആഹുതോ ഭഗവാൻ രാജ്ഞാ യാചയിത്വാദിജൈരാ നൃപം ഉവാസാ കതി ചിന്മാസ. ഹരേ കൃഷ്ണ മാതാജി ഒന്നുകൂടെ പറഞ്ഞിരുന്നേ. ഉവാസാൻ സുഹൃതാം പ്രിയകാമ്യയാ. ആഹുതോ ഭഗവാൻ രാജ്ഞാ യാചയിത്വാദിജൈരാ നൃപം ഉവാസാ കതിചിദാൻ മാസാൻ സുഹൃതാം പ്രിയകാമ്യയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ദ്വിജൈഹി നൃപമാണ് ദ്വിജൈർ അനിർപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ്വിജൈർ അനിർപ്പം അവിടെ ആയില്ല. ദ്വിജൈഹി നൃപം എന്നുള്ളത് ചേർത്തെഴുതുമ്പോ ദ്വിജൈർ അനിർപ്പം എന്ന് പറയും. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കുന്നോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ആഹുദോ ഭഗവാൻ രാജ്ഞാ യാചയിത്വാദിജൈർനൃപം ഉവാസ കതി ചിന്മാസാൻ സുഹൃതാം പ്രിയകാമിയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ വിവർത്തനം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പോർട്ട് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. ഗുരുദേവ് കി ജയ്. പ്രഭുപാദി കി ജയ്. ഹരേ കൃഷ്ണ. അപ്പം മഹാരാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹം ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഒരു പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാന് ശരിയായിട്ടുള്ള രീതിയിലാണോ ഈ യജ്ഞങ്ങൾ നടത്തുന്നതെന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ജ്ഞാനികളായ ബ്രാഹ്മണ ശ്രേഷ്ഠരാൽ തന്നെയാണോ അശ്വമേധം യജ്ഞം നിർവഹിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ ഒരു യജ്ഞം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക അറിവുള്ളവരായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ വേണം. ഇന്ന് കലിയുഗത്തിൽ നമ്മൾക്ക് യജ്ഞത്തിന് വലിയ പ്രാധാന്യം ഇല്ലാത്തത് അതുകൊണ്ടാണ്. അപ്പം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അറിവുള്ളവരായിട്ടുള്ള ഒരു യജ്ഞം നടത്തുന്നതിന് എന്ന് വെച്ചാൽ ഒരു ജീവിയുടെ ജീവൻ അവിടെ ഉപേക്ഷിക്കുന്ന അവസരത്തിൽ തന്നെ അതിന് വേറൊരു ജന്മം കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കണം ആ മന്ത്രം പറയുന്ന ആള്. അത്രമാത്രം മന്ത്രശ്രേഷ്ഠത്വം അവിടെ ഉണ്ടാകണം. മന്ത്രം പറയുമ്പോൾ അവന് പറയാൻ കഴിവുള്ളവനായിരിക്കും. അപ്പൊ അല്ലാതെ എന്തെങ്കിലും കാണാതെ പഠിച്ചു പറയുന്ന നമ്മളെ പോലെയുള്ളവരല്ല യജ്ഞം നടത്തേണ്ടത്. അപ്പൊ യജ്ഞം നടത്താൻ വളരെയധികം കഴിവുള്ളവരവിടെ ഉണ്ടോ? അങ്ങനെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠാൽ തന്നെയാണോ അശ്വമേധ യജ്ഞം നിർവഹിക്കപ്പെടുന്നത് എന്ന് നിരീക്ഷിക്കുകയും അതിനുശേഷം അങ്ങനെ അതെല്ലാം നടത്തിക്കൊടുത്തു. അതിനുശേഷം ബന്ധുജനങ്ങളുടെ സന്തോഷത്തിനായി അവിടെ കുറച്ചു മാസങ്ങൾ താമസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം യുധിഷ്ഠിരൻ നടത്തിയിരുന്ന ആ യജ്ഞത്തിന്റെ മേൽനോട്ടം അദ്ദേഹം നിർവഹിച്ചു. കൂടാതെ പണ്ഡിത ബ്രാഹ്മണരുടെ ഉച്ചാരണവും അവര് പറയുന്ന മന്ത്രങ്ങളും ശരിയാണോ എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പിന്നെ അതുപോലെ ഒരു ആചാര്യന്മാരെ ബ്രാഹ്മണ കുലത്തിലെ ആചാര്യന്മാരെ വളരെ ശ്രേഷ്ഠരായിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കാരണം എന്താണ്, പറയുന്ന ഓരോ വാക്കുകളും എന്നുവെച്ചാൽ അല്പം തെറ്റുമതി എന്നുള്ളതാണ് തിരിച്ചു സംഭവിക്കാൻ. ആ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ചിലടത്ത് വേണ്ടടുത്ത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. പണ്ട് ഞാൻ ഒരു ശ്ലോകം എഴുതിരുന്ന വൃത്രാസുരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്തുദ്ദേശിച്ചോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അവിടെ ആ ഉച്ചാരണത്തിൽ വന്ന ഒരു പിശക് കൊണ്ടാണ് അദ്ദേഹത്തിന് അസുരനായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നത്. അപ്പം എന്ത് പറയുന്നോ, അപ്പം ബ്രാഹ്മണ ബന്ധുക്കളെ അതോ ഒരു ബ്രഹ്മബന്ധുക്കളെ മറ്റും യജ്ഞം നടത്താൻ പാടില്ല. ശരിക്കും അതിനെ മനസ്സിലാക്കി ഉച്ചാരണ ശക്തിയോടുകൂടി വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പറയാൻ കഴിവുള്ളവരായിരിക്കണം യജ്ഞത്തിന് സംഹിതരാകേണ്ടത്. അത് ശരിയാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നോക്കി കണ്ടറിഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 36ാമത്തെ ശ്ലോകം. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയൗ ദ്വാരവതി ബ്രഹ്മൻ സാർജുനോ യദ്ഭിർവ്രതഃ. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയൗ ദ്വാരവതി ബ്രഹ്മൻ സാർജുനോ യദ്ഭിർവ്രതഃ. തതഃ രാജ്ഞാ അഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയൗ ദ്വാരവതി ബ്രഹ്മൻ സാർജുന സാർജുന യദ്ഭിഃ
വൃതഃ. തതഃ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഭഗവാൻ ഇതെല്ലാം നോക്കി നടത്തി. അതിനുശേഷം രാജ്ഞ എന്ന് പറഞ്ഞാൽ ഇവിടെ രാജാവിനാൽ അഭ്യനുജ്ഞാത, അദ്ദേഹം ഭഗവാന് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. ഭഗവാൻ കുറെ നാളായി അവിടെ നിന്ന് വന്നിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ കാര്യങ്ങളെല്ലാം ബലരാമൻ നോക്കുന്നു. എങ്കിലും അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് രാജാവ് അനുവദിച്ചെങ്കിലാണ്, രാജാവ് അനുവദിക്കണം പോകുന്നതിന്. യുധിഷ്ഠിര മഹാരാജാവിന്റെ അനുവാദം ചോദിക്കുന്നുണ്ട്. അഭ്യനുജ്ഞാത, അനുവദിക്കപ്പെടുകയാൽ കൃഷ്ണായ, ഇവിടെ കൃഷ്ണനെ അല്ല, കൃഷ്ണായ എന്ന് പറയുമ്പോൾ ദ്രൗപദിയെയും കൃഷ്ണ എന്നാണ് പറയുന്നത്. കൃഷ്ണായ സഹ, കൂടെ, ബന്ധുഭി, മറ്റു ബന്ധുക്കൾ, യയൗ പോയി, ദ്വാരവതി, ദ്വാരവതി എന്ന് പറഞ്ഞാൽ ദ്വാരകയിലേക്ക്, ബ്രാഹ്മണരെ, സ അർജുന, ആരോടൊപ്പം? അർജുനനോടൊപ്പം, യദുഭിഹി, യദുവംശജരാൽ, വൃത, വലയം ചെയ്യപ്പെട്ടു. ആവൃതം എന്ന് നമ്മൾ പറയും. ഇവിടെ വൃതം, വലയം ചെയ്യപ്പെട്ടു. യദുഭിഹി വൃതഃ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ആവൃതം എടുക്കാത്തത്. എന്തുകൊണ്ട് അവിടെ ആ വരുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. തഥോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണായ സഹ ബന്ധുഭിഃ യയൗ ദ്വാരവതി ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. വായിച്ചോളൂ. കൃഷ്ണ വായിക്കാനാണല്ലോ മാത്രമേ താല്പര്യമുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുഭിഃ യയൗ ദ്വാരവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ. രാജ്ഞാഭ്യനുജ്ഞാത, തതോ രാജ്ഞാഭ്യനുജ്ഞാത. അതുപോലെ ദ്വാരവതി എന്നാണ് ദ്വാരകയിലേക്ക്, ദ്വാരകയുടെ പേരാണ് ദ്വാരവതി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തതോ രാജ്ഞാഭ്യനുജ്ഞാത കൃഷ്ണയാ സഹ ബന്ധുഭിഃ യയൗ ദ്വാരവതീം ബ്രഹ്മൻ സാർജുനോ യദുഭിർവൃതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ മറ്റൊന്നും പറയുന്നില്ല. രാജാവ് അനുവദിക്കപ്പെടുകയാൽ വിവർത്തനത്തിൽ പറയുന്നത് ട്രാൻസ്ലേഷൻ ഭക്തിവേദാന്ത സംസ്കൃതം. അപ്പം ശൗനക എന്ന് വിളിച്ച് ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? ഈ ശ്ലോകം തീരാൻ പോവുകയാണ്. ഇത് ആര് തമ്മിലുള്ള സംഭാഷണമാണിത്? ശൗനക മഹർഷി. സുതഗോസ്വാമി. സുതഗോസ്വാമി ശൗനക മഹർഷിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു അധ്യായം തീരുമ്പോൾ വീണ്ടും എടുത്തു പറയുകയാണ്. അല്ലയോ ശൗനക, ക്വസ്റ്റ്യൻസ് 6 ചോദ്യങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞു അല്ലെ? 6 ചോദ്യങ്ങൾ ആരാണ് ചോദിച്ചത്? അവിടുത്തെ ആരാണ് ചോദിച്ചത്? മറ്റു മഹർഷിമാർ. ശൗനകന്റെ നേതൃത്വത്തിലുള്ള മഹർഷിമാരായിരുന്നു. ആർക്കെങ്കിലും പറയാമോ ഈ 6 ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം ഏതാണെന്ന്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ആ 6 ചോദ്യത്തിലാണ് നമ്മുടെ ഭാഗവതം നിലകൊള്ളുന്നത്. അതിനെ ചുരുക്കി പറയുക, അതിനെ വിശദീകരിച്ച് പറയുക, അതിനെ വേറെ എക്സാമ്പിൾസ് വെച്ച് പറയുക, അതിനെ അങ്ങ് വിശദീകരിക്കുക. എന്ന് വെച്ചാൽ സർവ്വതും ആ 6 ചോദ്യത്തിൽ ഉൾപ്പെടുന്നു. എന്തെല്ലാം പറയേണ്ടിയിരിക്കും, എന്തെല്ലാം കാര്യങ്ങളാണോ ഉള്ളത്, ഭാഗവതം മുഴുവനും ആയിട്ട് ആ 6 ചോദ്യത്തെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു എന്ന് ആരെങ്കിലും പറയുമോ? പരമമായ നന്മ എന്താണ്? അതാണ്. യെസ് മാതാജി, താങ്ക് യു മാതാജി. ജനങ്ങൾക്കുള്ള പരമമായ നന്മയെ നൽകുന്നത് എന്തേ എന്നാണ് ചോദ്യം. അപ്പം തത്രാഞ്ജസായുഷ്മാൻ ഭവതായദ്വിനിശ്ചിതം പുംസാമേകാന്തത ശ്രേയസ് അത് തന്ന സംശിതുമർഹസി. അതാണ് ശ്ലോകം. അപ്പൊ അവിടെ ചോദിക്കുന്നത് തത്രാഞ്ജസായുഷ്മാൻ, ഫസ്റ്റ് ചാപ്റ്ററിലാണ് അത് വരുന്നത്. തത്രാഞ്ജസായുഷ്മാൻ ഭവതായദ്വിനിശ്ചയം, ദീർഘായുസ്സുള്ള അങ്ങ് നിശ്ചയം വരുത്തിയ പൂർണവും പരമവുമായ നന്മ എന്താണ്?
എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ആ നന്മയെ കുറിച്ച് പറഞ്ഞു തന്നാലും എന്നാണ് ആദ്യമേ ചോദിക്കുന്നത്. പിന്നാണ് നമ്മൾ വേദശാസ്ത്രങ്ങളുടെ അന്തസത്ത എന്ത്, അതുപോലെ ഭഗവാൻ ജനിച്ചതിന്റെ ഉദ്ദേശം എന്ത്, എന്തൊക്കെയാണ് അവതാരങ്ങളെ കുറിച്ച് ഒക്കെ ചോദിക്കുന്നത് പിന്നീടാണ്. ആദ്യമേ ഞങ്ങൾ ചെയ്യേണ്ട പരമമായ നന്മയെ നൽകുന്നത് എന്താണ്? അതാണ് തത്ര തത്ര അഞ്ജസ ആയുഷ്മാൻ ഭവതായത്വ നിശ്ചിതം പുംസാം ഏകാന്തത ശ്രേയസ് തന്നെ സംശിതും അർഹസി എന്നുള്ള ആ ശ്ലോകമാണ് എന്താണ് ജനങ്ങൾക്കുള്ള പരമമായ നന്മയെ നൽകുന്നത് എന്ത് എന്നുള്ള ചോദ്യം പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പോഴേ അത് കഴിഞ്ഞു. അപ്പൊ ശൗനകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാരാജാവ് യുധിഷ്ഠിരനെയും ദ്രൗപദിയെയും സന്ദർശിച്ച് മറ്റു ബന്ധജനങ്ങളെ എല്ലാവരെയും ആശീർവദിച്ചു. അപ്പം യജ്ഞം നടന്നു കഴിഞ്ഞു. മഹാരാജനെയും മഹാരാജാവിന്റെ രാജ്ഞിയെയും അതുപോലെ മറ്റു ബന്ധുക്കളെയും എല്ലാവരെയും ആശീർവദിച്ച ശേഷം താൻ പോവുകയാണ് എന്ന് യാത്ര പറയുകയും അങ്ങനെ അർജുനനും മറ്റ് യദുകുല വംശജരും അവരെല്ലാം കൂടി ചേർന്ന് ദ്വാരകയിലേക്ക് തിരിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പരീക്ഷിത് മഹാരാജാവിന്റെ ജനനമെന്ന ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 12-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വ്യാഖ്യാനങ്ങൾ പ്രകാരം സമാപിക്കുന്നു. ശ്രീ ഹരേ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്നുള്ളതൊന്നും ഒന്ന് ചിന്തിക്കുന്നത് അറ്റ്ലീസ്റ്റ് നല്ലതായിരിക്കും. വായിക്കാൻ ഇത്രയും സമയം 1 മണിക്കൂർ നിങ്ങൾ കളയുമ്പോൾ അതിനൊരു വില വേണം. അപ്പൊ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ പഠിച്ചത് എന്നെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു പോകാൻ ദയവേദി നിങ്ങൾ അത് ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ശ്ലോകം എല്ലാവരും പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞിരുന്നു. ഏത് ശ്ലോകമാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഭാഗവതത്തിലെ എന്താണ്? ഭാഗവതത്തിലെ പരിഭാഷാ ശ്ലോകം അതേതാണ്? ഇത്രയും ഭാഗവതം നിങ്ങൾ ഡെയിലി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിലെ പരിഭാഷ ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റുമെങ്കിൽ പിന്നെ നാണക്കേടാണ്. പറഞ്ഞു ധരിക്കുന്ന എനിക്കും പഠിക്കുന്ന നിങ്ങൾക്കും എല്ലാം ഒരുപോലെ നാണക്കേടാണ്. ഓരോരുത്തരും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരും ഇത് പഠിച്ചു വെക്കണം. 1-3-28 ഏത് പറഞ്ഞോളൂ മാതാജി. ആരെങ്കിലും ഒരാൾ പറയും. ഏതേശാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. മഹാപ്രഭു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് പഠിക്കും, നമ്മൾ എന്ത് കേൾക്കുന്നോ, ഭഗവാനെ കുറിച്ച് എന്ത് കേൾക്കുന്നോ അറിയാൻ വയ്യാത്തവരാരെങ്കിലും നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു പറയും. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇവിടെ ഭഗവാനാണ് ഇതിന്റെ എല്ലാം ആദിയായിട്ടുള്ളത്, ഭഗവാനാണ് എന്നുള്ളതും ആ ഭഗവാനിൽ നിന്നാണ് സർവ്വതും വന്നിട്ടുള്ളത്. ഒരുപാട് ഇതിനെ കുറിച്ച് കോൺട്രവേഴ്സ്യലായിട്ട് സംസാരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഉറപ്പ്, ഈ പരിഭാഷാ ശ്ലോകം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അപ്പം ഏതേജ അംശ കല പുംസ, ബാക്കിയുള്ളവെല്ലാം അംശവും കലകളും ഒക്കെയാണ്. പക്ഷേ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഈ ഒരു അവതാരത്തിൽ മാത്രം സ്വയം കൃഷ്ണ ഭഗവാൻ എങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അങ്ങനെ ആ ഒരു ഇത് ഉറപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഭാഗവതം പഠിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കുക, നമ്മൾക്ക് തന്നെ അത് ഉറപ്പാകണം. എന്നാലേ നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ആ സ്വയം ഭഗവാൻ ആരാണ്, അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ വന്നത്, എന്തിനാണ് വന്നത്, ആ ഒരു കാര്യങ്ങൾ. അപ്പം ശ്രേഷ്ഠമായ നന്മയെ നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഇത് തന്നെ അറിയാൻ കഴിയുക. അത് അറിയാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പരമമായ നന്മ. അതുപോലെ ഈ എല്ലാവരും ബൈഹാർട്ട് ചെയ്യേണ്ട 2 ശ്ലോകങ്ങള് ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. 2 ശ്ലോകം, ഓരോ ശ്ലോകവും പ്രധാനമാണ്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വന്തം പ്രാർത്ഥനയേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പരമഭക്തരായ ആൾക്കാർ പ്രാർത്ഥിച്ചിരിക്കുന്ന ശ്ലോകങ്ങൾക്കാണ്. പരമഭക്തരായ ഭക്തന്മാര് പറയുന്ന ശ്ലോകമാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിലേക്ക് പറയേണ്ടത്. കാരണം നമ്മള് ഒരു പച്ച മാവ് അല്ലെങ്കിൽ പച്ച തടി കൊണ്ട് അടുപ്പിൽ വെച്ചാൽ കത്തുകയില്ല, അല്ലെ? പക്ഷെ അത് അല്പം ഉണങ്ങിക്കഴിഞ്ഞതാണെങ്കിൽ അത് സഡനായിട്ട് കത്തും എന്ന് പറയുന്നത് പോലെ
നമ്മളെന്ന് പറയുന്ന വെറും പച്ചമായിട്ടില്ല, നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. നമ്മളെല്ലാം എന്താണ്, വെറുതെ എന്തൊക്കെയോ വായിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ നമ്മൾ ആരും ഒന്നും തന്നെയല്ല. പക്ഷേ പരമഭക്തരായ ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകങ്ങൾ കൈകാട്ട് ചെയ്തതിനു ശേഷം അത് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം. ആ പാദപത്മങ്ങളിലേക്ക് ആ ശ്ലോകത്തെ ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മൾ ഏറ്റവും വലുതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇതിൽ നിന്ന് ഈ എല്ലാ ശ്ലോകങ്ങളും പ്രാധാന്യമുള്ളതാണ് എന്ന് പറഞ്ഞെങ്കിലും നേരത്തെ ഞാനൊരു ശ്ലോകം പറഞ്ഞിരുന്നു. എന്താണ്, ആരാണ് ഭഗവാന്റെ പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജീവന് വേണ്ടി കേണുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഉത്തരവരുന്നതായിട്ട് ആർക്കെങ്കിലും പറയാമോ ആ ശ്ലോകം ഒന്ന്? ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. പാകി മഹായോഗിൻ ദേവദേവ ജഗത്പതേ നാന്യം തവയം പശ്യേത് പരസ്പരം എത്ര മൃത്യു പരസ്പരം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പം അങ്ങനെ ഓരോ അവസരത്തിൽ അതുപോലെ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെടുന്ന ഒരു ശ്ലോകമുണ്ട്. ഈ എന്താണ്, ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം അത് ചോദിക്കുന്നുണ്ട്. അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സംഹാരത്തിനായിട്ട് എന്ത് പ്രയോഗിച്ചു കഴിഞ്ഞു? ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് കഴിവുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് ചെന്ന് അതിനെ അങ്ങ് നിർത്തിയേക്കാമെന്ന് വിചാരിച്ചില്ല. കൃഷ്ണനോട് ചോദിക്കുന്നു, എന്താണ്? കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദേഹ്യമാനാനാം അപവർഗോസി സംസ്കൃതേ എന്ന് ചോദിക്കുന്നു. അതുപോലെ നമ്മൾ ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതാണ്, എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ഇതുപോലെ ഇവിടെ 1:11, 7, 8 ശ്ലോകങ്ങള് നിങ്ങള് ബൈഹാർട്ട് ചെയ്യണം. അത് ചെയ്ത് ഭഗവാന്റെ മുമ്പിൽ പറയേണ്ടതാണ്. ഭവായനസ്ത്വം ഭവവിശ്വഭാവന ത്വമേവ മാധാത സുഹൃത്പതിപിതാ ത്വം സദ്ഗുരുർന പരമം ച ദൈവതം യസ്യാനുവൃത്യാ ഹൃദിനോ ബഭൂവിമാം. ആ ശ്ലോകവും 8ാമത്തെ ശ്ലോകം. അഹോ സനാഥ ഭവതാസ്മയദ്വയം ത്രൈവിഷ്ടപാനാമഭിദൂരദർശനം പ്രേമസ്മിതാസ്നിഗ്ധ നിരീക്ഷണനം പശ്യേമരൂപം തപസരോവസൗഭഗം. ഭഗവാന്റെ മുമ്പിലേക്ക് ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ നമ്മളെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. എവിടെ നിൽക്കുമ്പോഴും നമുക്കത് പറയാം. ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ പറയുന്നതൊക്കെയും ഭഗവാനെ കുറിച്ചാകുക, ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാനെ കുറിച്ച് പറയുക. അപ്പൊ എനിക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 1:11, 7, 8 ശ്ലോകങ്ങൾ നിങ്ങൾ പഠിക്കണം. അതുപോലെ ഞാനിനിയും ഓരോ ദിവസവും ഓരോ ശ്ലോകം തരും, അത് നിങ്ങൾ പഠിക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ ഈ ഭാഗവതം പഠിച്ചു വെച്ചിട്ട് എന്താണ് കാര്യം? അർത്ഥം ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും അതിനകത്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ആർക്കും കഴിയുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ശ്ലോകം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതെങ്കിലും പഠിച്ചിട്ട് ഭഗവാന്റെ കരുണയ്ക്ക് പാത്രമാകുക എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. അശ്വത്ഥമാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു. അശ്വത്ഥമാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു. പിന്നെ പരീക്ഷത്തിന്റെ ജനനവും പറഞ്ഞു കഴിഞ്ഞു. അപ്പം അശ്വത്ഥമാവ് എന്തുകൊണ്ട് ഇതെല്ലാം ചെയ്തു എന്ന് എല്ലാവർക്കും ഒരു സംശയം കാണും. കാരണം അദ്ദേഹം അതിനായിട്ട് ജനിച്ചവനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാധാന്യം അവിടെയാണ് കണ്ടത്. അദ്ദേഹം ഭഗവാന്റെ ലീലകളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി മഹാദേവന്റെയും യമന്റെയും കാലന്റെയും ക്രോധന്റെയും കൂടി ഒരു ജന്മമാണ് അശ്വത്ഥമാവിന് കിട്ടിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിൽ പെരുമാറുന്നത്. അതുപോലെ ഇവിടെ ആര് ജനിച്ചു? എന്താണ്, പരീക്ഷിത്ത് മഹാരാജാവ് ജനിച്ചു. പരീക്ഷിത്ത് മഹാരാജാവ് ജനിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായ ഒരു ആവശ്യമായി കണ്ടുകൊണ്ടാണ് അവിടെ നടത്തിയത്. അപ്പൊ അതിനു മുമ്പ് പരീക്ഷത്തിന്റെ അച്ഛന്റെ പേരെന്താണ്? അഭിമന്യു. അഭിമന്യു. അഭിമന്യു എല്ലാവർക്കും ഒരു സംശയം തോന്നണം. അഭിമന്യു ഭഗവാന്റെ എന്താണ് സഹോദരി പുത്രനാണ് അഭിമന്യു എന്ന് പറയുന്നത്. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വളരെ വളരെ കഴിവുള്ള ആളുമാണ്. അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ ഭഗവാന് സാധിക്കുമായിരുന്നില്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ പലരും ചോദിക്കാറുണ്ട്. അപ്പം എന്തുകൊണ്ട് എങ്ങനെ ആ ഒരു കുട്ടിയെ അപകടത്തിൽപ്പെടുത്തി എല്ലാവരുടെയും മധ്യത്തിൽ അവിടെ വെച്ച് വധിക്കപ്പെട്ടു? അപ്പൊ ഇതൊക്കെ ജയദ്രഥൻ അങ്ങനെ ചെയ്യാൻ കാരണം ഭഗവാൻ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പല ചോദ്യങ്ങളും ഇവിടെ ചോദിക്കപ്പെടാറുണ്ട്. അപ്പം അഭിമന്യു അങ്ങനെ ഒരു വരം വാങ്ങിച്ചുകൊണ്ട് വന്ന ആളായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ അഭിമന്യു ആരായിരുന്നു? ആർക്കെങ്കിലും പറയാമോ?
ഭൂമിയിൽ അങ്ങ് എന്താണ് ക്രൂവൽറ്റി അല്ലെങ്കിൽ ഒരുപാട് അധർമ്മം അങ്ങ് നടമാടിക്കൊണ്ടിരുന്ന സമയത്താണ് ഭൂമിദേവി ചെന്ന് ബ്രഹ്മാവിനോടും ശിവനോടും മറ്റുള്ളവരോടും പറയുന്നത്, എനിക്ക് ഈ അധർമ്മം സഹിക്കാൻ വയ്യ, അസത്യം സഹിക്കാൻ വയ്യ, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ അവരെല്ലാവരും കൂടി ഭൂമിദേവിയെ എവിടെ പിടിച്ചോണ്ട് പോകും? വിഷ്ണുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പം മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ മഹാവിഷ്ണുവായിട്ട് സംസാരിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾ ഇനിയും പഠിക്കും, കൃഷ്ണാവതാര സമയത്ത് പഠിക്കും, കേട്ടിട്ടും ഉണ്ടാകും. അങ്ങനെ ആ സമയത്ത് എല്ലാ ദേവന്മാരും ഞാൻ അവതാരം എടുക്കാൻ പോകുന്നു, അധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ജന്മമെടുക്കും, ഭൂമിയിലേക്ക് വരും. പക്ഷേ ആ സമയത്ത് എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാ ദേവന്മാരും ദേവിമാരും എല്ലാവരും തന്നെ എന്ത് ചെയ്യണം? എനിക്ക് സഹായികളായി എന്ന് വെച്ചാൽ എന്റെ ലീലയെ സഹായിക്കുന്ന, ഇതെന്റെ ലീലയാണ്, അതെന്നെ സഹായിക്കുന്നതിനായി എല്ലാവരും ഉണ്ടാകണമെന്ന് പറയുമ്പോഴേ അവിടെ എന്താണ് ഓരോ ദേവന്മാരും വരാൻ തയ്യാറായി, ദേവിമാരെല്ലാം. കാരണം ഈ ഭഗവാന്റെ ആ സമയത്ത് ദ്വാരകയിലും അതുപോലെ വൃന്ദാവനത്തിലും ഉണ്ടായിട്ടുള്ളവരെല്ലാവരും ഭഗവാന്റെ ഭഗവാനോടൊപ്പം ജനിക്കുന്നതിനായിട്ട് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് വന്നവരാണ്. അപ്പൊ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് ആ സമയത്ത് ചന്ദ്രദേവൻ പറഞ്ഞു, ചന്ദ്രദേവന്റെ മകനെ കൂടി അയക്കണമെന്ന് പറയും. അപ്പൊ അങ്ങനെ ചന്ദ്രദേവൻ അത് ഇഷ്ടം, ബാക്കി എല്ലാവർക്കും കേട്ട മാത്രയിൽ തന്നെ ഭഗവാനോടൊപ്പം വരാൻ തയ്യാറായി എല്ലാവരും വന്നെങ്കിലും ചന്ദ്രന് തന്റെ മകനെ അയക്കാൻ അല്പം ഒരു മടി തോന്നി. അദ്ദേഹത്തിന്റെ പേരാണ് വർച്ചസ് എന്നായിരുന്നു മകന്റെ പേര്. അപ്പൊ ഈ മകനെ അയക്കുന്നതിന് അല്പം മടി തോന്നി. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, അത് എന്റെ മകനെ എനിക്ക് ഭൂമിയിലേക്ക് അയക്കുന്നതിന് യാതൊരു താല്പര്യമില്ല, പക്ഷേ ഇത് ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്, അതുപോലെ ഭഗവാന്റെ കൂടെ കഴിയുന്നതിനാണ്. അപ്പൊ ഭഗവാന്റെ ആജ്ഞയെ ലംഘിക്കാൻ എനിക്കാവില്ല, അതുകൊണ്ട് ഞാൻ ഭൂമിയിലേക്ക് അയക്കാം. പക്ഷേ എനിക്ക് എന്റെ മകനിൽ നിന്ന് അധികം കാലം വിട്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് വർച്ചസ് ഭൂമിയിൽ ജനിച്ചാലും ദീർഘകാലം അവിടെ ഉണ്ടാകത്തില്ല, അതിനെനിക്ക് മാർഗം തരണം. അപ്പം ആ അർജുനന്റെ അല്ലെങ്കിൽ അവിടെ എന്താണ് സുഭദ്രയുടെ പുത്രനായിട്ട് ജനിച്ച് അവിടെ വരുന്ന സമയത്ത് ചക്രവ്യൂഹം ഭേദിക്കേണ്ടതായിട്ട് വരും. ഒരു സന്ധ്യാസമയത്ത് ഈ യുദ്ധത്തിൽ പെട്ടിട്ട് എല്ലാവിധത്തിലുള്ള നോളജും അർജുനനിൽ കൂടി ആർക്ക് കിട്ടിയിരുന്നു? ഈ അഭിമന്യുവിന് കിട്ടിയിരുന്നു. സുഭദ്രയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ കൃഷ്ണ ഭഗവാൻ യുദ്ധത്തെ ഭേദിക്കുന്ന കാര്യവും യുദ്ധം എങ്ങനെ നടത്തണം, ഏത് രീതിയിലായിരിക്കണം ചക്രവ്യൂഹം ഉണ്ടാക്കേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് എന്ത് പറ്റിയില്ല, അതിനെ ഭേദിക്കണം എന്നുള്ള രീതി വന്നപ്പോഴേക്കും സുഭദ്ര ഉറങ്ങിപ്പോവുകയും ആ സമയത്ത് അത് കേൾക്കാൻ കഴിയാതെ വരികയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഭേദിക്കാനുള്ള അത് കിട്ടാതെ വരികയും അങ്ങനെ അതുകൊണ്ടാണ് യുദ്ധഭൂമിയിൽ വെച്ച് എല്ലാവിധത്തിലും യുദ്ധം ചെയ്ത് മുന്നേറുകയായിരുന്നു. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു അഭിമന്യു. എന്നിട്ടും ഈ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാക്കാണ്, എത്രയും വേഗം എന്റെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളത്. ഇതൊക്കെ ഭഗവാന്റെ ലീലകളാണ്. അങ്ങനെ ആ ഒരു സന്ധ്യാനേരത്ത് ആ യുദ്ധഭൂമിയിൽ അവിടെ പരാജയം സംഭവിക്കുകയും അവിടെ വിജയം കിട്ടുകയില്ല, കിട്ടാതെ തിരിച്ചെന്റെ അടുത്തേക്ക് വരികയും ചെയ്യും എന്ന് നേരത്തെ ഒരു വാക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുലതന്തുവായിട്ട്, പക്ഷെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുലതന്തുവായിട്ടാണ് അവിടെ അദ്ദേഹം അഭിമന്യു ഉണ്ടായത്. ആ അഭിമന്യു അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അഭിമന്യുന്റെ പുത്രനായിട്ട് പരീക്ഷിത് മഹാരാജാവ് വരുന്നത്. അപ്പം ആ കുലത്തെ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി പരീക്ഷിത് മഹാരാജാവിന് ജന്മം നൽകുന്ന അഭിമന്യുവിനെ അവിടെ നിയോഗിച്ചിരുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഇവിടെ യുദ്ധം നടത്തുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട് എന്നുള്ളതാണ്. ആ നിയോഗമനുസരിച്ചും തീർച്ചയായും ആ ചന്ദ്രന്റെ ആവശ്യമനുസരിച്ചും അദ്ദേഹം തിരിച്ചു പോയത്. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ കഷ്ണം, ആ അഭിമന്യു പാവം എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് വന്നത് എന്നൊക്കെ തോന്നിയാൽ ഒക്കെ കാര്യകാരണങ്ങൾ അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഹരേ കൃഷ്ണ. അപ്പം പരീക്ഷത്തിന്റെ അത് കഴിഞ്ഞു. ഇനിയും നമ്മള് കൊട്ടാരത്തിലേക്ക് തന്നെ പോവുകയാണ്. ധൃതരാഷ്ട്രരെ കൊട്ടാരം ഉപേക്ഷിക്കുന്നതാണ് അടുത്ത അധ്യായം. 13-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അവിടെ അപ്പൊ ആരൊക്കെ ഉണ്ട് ഇവിടെ?
ഇപ്പൊ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്? യുദ്ധം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്? പാണ്ഡവർ പാണ്ഡവർ വിതുരനുണ്ട്. പാണ്ഡവരുണ്ട്, ഉണ്ട്. ഭഗവാനുണ്ട്, പിന്നെ വിതുരർ വിതുരരുണ്ട്. പിന്നെ ഞാൻ നേരത്തെ 5 പേരെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ പാണ്ഡവര് ജീവിച്ചിരിക്കുന്നുണ്ട്, ധൃതരാഷ്ട്രരുണ്ട്, ഗാന്ധാരിയുണ്ട്, കുന്തിയുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഉണ്ട്. ആ സമയത്ത് അവിടെ ധൃതരാഷ്ട്രർക്ക് ആ മനസ്സിന്റെ ആ വൈകല്യം കൊണ്ടോ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഇവരോടുള്ള ആ ഒരു തന്റെ മക്കളെ എല്ലാം വധിച്ച ഇവരോട് അല്പമെങ്കിലും എന്താണ് വെറുപ്പുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ വളരെ അപ്പൊ സ്വന്തം സഹോദരനായ വിതുരർക്ക് തോന്നുന്നു, എന്താണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എത്ര നാളായിട്ട് ജീവിക്കുന്നു, എന്തെല്ലാം വിരോധം, എന്തെല്ലാം ദേഷ്യമാണ് പാണ്ഡവരോട് കാണിച്ചത്, ഏതെല്ലാം വിധത്തിലാണ് പാണ്ഡവരെ ഉപദ്രവിച്ചത്. എന്നിട്ടും അവര് രാജസ്ഥാനം കൊടുത്ത് ഇപ്പോഴും ഇരുത്തിയിരിക്കുന്നു. എന്ത് കഷ്ടമാണ് ഈ ജീവിതം, അത് തിരിച്ചു പോകേണ്ടതല്ലേ എന്നൊക്കെ, ഇങ്ങനെ എന്തിനാണ് ജീവി എന്നൊക്കെ സ്വന്തം അനുജനായ വിതുരർക്ക് ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ വിതുരരവിടെ കരുണ കാണിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പം ധൃതരാഷ്ട്ര കൊട്ടാരം ഉപേക്ഷിക്കുന്നു എന്ന ശ്ലോകമാണ്, എന്ന അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സൂത ഉവാച വിദൂരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാ ഗാഥാസ്തിനപുരം തയാവാപ്ത വിവിത്സിതഃ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഗവതം എന്ന് പറയുന്നത് ഒരാൾ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്തേ സൂതഗോസ്വാമി ശൗനക മഹർഷിക്ക് പറഞ്ഞു. പക്ഷേ ഓരോ ചാപ്റ്ററും എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവര് പറയുന്നത് വേറെ 2 പേര് പറഞ്ഞ കാര്യങ്ങളാണ്, വേറെ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മള് അവിടെ വിതുരരും മൈത്രേയരും തമ്മിലുള്ള സംവാദത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മള് കേൾക്കുക. മൈത്രേയർ എന്ന് പറയുന്ന മഹാനായ മഹർഷിയായിരുന്നു. അദ്ദേഹവും അതുപോലെ ഇവിടെ വിതുരരും തമ്മിൽ നടന്ന സംവാദങ്ങള് നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അപ്പം വിതുരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോഗതിം ജ്ഞാത്വാ അഗാത് ഹസ്തിനപുരം തയാവാപ്ത വിവത്സിതഃ. വിദൂരസ്തീർത്ഥയാത്രായാം മൈത്രേയാദാത്മനോഗതിം ജ്ഞാത്വാ ഹസ്തിനപുരം തയാവാപ്ത വിവത്സിതഃ. സൂത ഉവാച വിതുര തീർത്ഥയാത്രായാം മൈത്രേയാം പിന്നെ ആത്മനഃ ഗതി ജ്ഞാത്വാ അഗാത് ഹസ്തിനപുരം ജ്ഞാത്വ അഗാത് ഹസ്തിനപുരം. അതാണ് ജ്ഞാത്വാഗാഥാസ്തിനപുരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ജ്ഞാത്വ അഗാത് ഹസ്തിനപുരം. പിന്നീട് തയാ അവാപ്ത വിവിത്സിതഃ. ഇത്രയും വാക്കുകളാണ് അവിടെ ഉള്ളത്. ആദ്യം നമ്മൾ പിരിച്ചു നോക്കിയിട്ട് അതിന്റെ അർത്ഥം നോക്കുക. സൂതവാച, സൂതഗോസ്വാമി പറഞ്ഞു, വിതുരര് തീർത്ഥയാത്രയ പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്ന നേരം മൈത്രേയ ശ്രേഷ്ഠനായ മൈത്രേയ മുനിയും ആത്മനഃ ആത്മാവിനെ സംബന്ധിച്ച ഗതിം ആത്മാവ് എവിടെയാണ് ഈ ഒരു ജനനത്തിന് ശേഷം ചെന്നെത്തേണ്ടത്, നമ്മളൊക്കെ ഓരോ ആത്മാക്കളാണ്. അപ്പൊ അതിന്റെ ഗതി എന്താണ്, പ്രാപ്യസ്ഥാനം എന്താണ്, ജ്ഞാത്വ അതറിയുകയാൽ അഗാതെ തിരിച്ചു വന്നു ഹസ്തിനപുരത്തിലേക്ക്, ഹസ്തിനപുരം എന്ന നഗരം അവരുടെ, തയാ ആ ജ്ഞാനത്താൽ അവാപ്ത മീൻസ് ആവശ്യത്തിന് പര്യാപ്തമായ രീതിയിൽ, വിവിത്സിത മീൻസ് അറിയേണ്ടതായ എല്ലാത്തിലും അതിനിപുണനായ ശേഷം, അറിയേണ്ടതെല്ലാം അറിഞ്ഞതിന് ശേഷം എന്നുള്ളതാണ്. അങ്ങനെ അതിനുശേഷം തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് അവിടെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. സൂത ഉവാച വിദുരസ്തീർത്ഥയാത്രായ മൈത്രേയാദാത്മനോ ഗതിം ജ്ഞാത്വാ അഗാത് ഹസ്തിനപുരം തയാവാപ്ത വിവിത്സിതഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറൊരാളുടെ വായിച്ചു. ഹരേ കൃഷ്ണ മാതാജി.
ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച വിദൂരസ്തീർത്ഥയാത്രായ മൈത്രേയതാത്മനോ ഗതിം ജ്ഞാത്വാ ഗാതസ്തിനപുരം തയാ വാപ്ത വിഭസിതഃ. ഹരേ കൃഷ്ണ. വിദൂര എന്നില്ല, വിതുരർന്നേ ഉള്ളു കേട്ടോ. വിദൂരം എന്ന് വെച്ചാൽ അതിവിദൂരം, അതിദൂരം. ഇവിടെ വിതുര എന്ന്. അപ്പം അതിന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ ഒരാള്. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീലപ്രഭുപാദർക്ക്. ശ്രീ സൂത ഗോസ്വാമി പറഞ്ഞു, ഒരു തീർത്ഥയാത്രയിൽ സഞ്ചരിക്കവേ വിതുരർ ആത്മാവിന്റെ പ്രാപ്യസ്ഥാനത്തെ സംബന്ധിച്ച ജ്ഞാനം മൈത്രേയ മുനിയിൽ നിന്നും ഗ്രഹിക്കുകയും പിന്നീട് ഹസ്തിനപുരത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അദ്ദേഹം കാക്ഷിച്ചതുപോലെ തന്നെ ആ വിഷയത്തിൽ അദ്ദേഹം നിപുണനായി തീർന്നു. ഹരേ കൃഷ്ണ. ഇവിടെ വിതുരരുടെ തീർത്ഥയാത്രയെ കുറിച്ചാണ് പറയുന്നത്. ആ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോഴാണ് ഭഗവാൻ പോകുന്ന അവസരമായിരുന്നു അത്. അപ്പം മൈത്രേയ മുനിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഭഗവാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നാ നമുക്കറിയാം. അതൊക്കെ ഭാഗവത്തിൽ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഇവിടെ വിതുരർ അവിടെ ചെല്ലുമ്പോഴേക്ക് ആ ഭഗവാൻ പോയി കഴിയുകയാണ്. അപ്പൊ മൈത്രേയ മുനിയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം വിതുരരുടെ തീർത്ഥയാത്രയ്ക്ക് പോകാൻ കാരണമുണ്ട്. വിതുരരെ വളരെയധികം സ്നേഹമായിരുന്നു വിതുരർക്ക് ധൃതരാഷ്ട്രരോട് ഉണ്ടായിരുന്നത്. കാരണം കാരണം ഒരേ ജ്യേഷ്ഠനും അനിയനുമാണല്ലോ. അംബികയുടെ മക്കളാണ് രണ്ടുപേരും. അപ്പൊ അങ്ങനെ കാരണം ആ ഒരു എന്ന് വെച്ചാൽ അംബികയുടെ സ്ഥാനമാണ് അവർക്കുള്ളത്. അംബികയുടെ മകനല്ല വിതുരരെങ്കിലും വിതുരരാരുടെ മകനാണ്? അംബികയുടെ ദാസിയുടെ മകനാണ്. കാരണം ആദ്യമേ വേദവ്യാസനിൽ സത്യവതി എന്ത് ചെയ്യുന്നുണ്ട്? രാജ്യത്തിന് അവകാശികളില്ലാതെ വന്നപ്പോൾ ആരാണ്? വിചിത്രവീരന്റെയും മറ്റും ഭാര്യമാരവിടെ ഉണ്ട്. അംബികയും അംബാലികയും ഉണ്ട്. അപ്പൊ അവിടെ സൗണ്ട് പോയോ? എന്താ കേൾക്കാത്തത്? ഹരേ കൃഷ്ണ. ഉണ്ടാകാനുള്ള കാരണം വേദവ്യാസനെ സത്യവതിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായി. ആരും രാജ്യം ഭരിക്കാനില്ല. ആദ്യം ചെന്ന് ഭീഷ്മരോട് പറയുന്നു, അങ്ങ് രാജ്യം വീണ്ടെടുക്കണം. അപ്പൊ ഭീഷ്മര് പറയും, ഞാൻ ഒരിക്കലും രാജ്യത്തിനെ ഭരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ വാക്കാണത്. ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. ഈ രാജ്യത്തിന് ഞാൻ കാവൽക്കാരനായി നിൽക്കുകയുള്ളൂ. ഒരിക്കലും രാജ്യം ഭരിക്കാൻ തയ്യാറാവുകയില്ല എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇനി എന്താണ് മാർഗം എന്ന് നീ തന്നെ പറ. അപ്പൊ അത്ര വിവശയായി മാറി സത്യവതി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഉണ്ടായ 2 മക്കളും പോയി. ഇനി എന്താണ് ചെയ്യുക? രാജ്യം അനാഥമായിരിക്കുന്നു, ഭരിക്കാൻ ആളില്ല. എന്ത് ചെയ്യും? ഉടനെ പറയും, സാരമില്ല, ഞാൻ അതിന് മാർഗം പറഞ്ഞു തരാം. ആദ്യമേ തക്ക ഒരാളിനെ ഈ എന്താണ് വിചിത്രവീരന്റെയും മറ്റും ഭാര്യമാരിലേക്ക്, അംബികയുടെയും അംബാലികയുടെയും ഭാര്യയിലേക്ക് നിയോഗിക്കുക. അങ്ങനെ ഒരു കുട്ടിയെ, അങ്ങനെ ഉണ്ടാകുന്ന കുട്ടി രാജ്യത്തിന്റെ അവകാശിയാകട്ടെ. അങ്ങനെ ഒരു മുറയുണ്ട് എന്ന് പറയും. അപ്പൊ ആ സമയത്താണ് അവരാലോചിക്കുന്ന സമയത്ത്, പണ്ട് താൻ കടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പരാശര മഹർഷി പറഞ്ഞതും മറ്റും അദ്ദേഹം ചിന്തിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് തനിക്ക് ഒരു മകനെ ലഭിക്കും. ആ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഗംഗാതടത്തിൽ വെച്ച് ജനിക്കുന്നതായിട്ട്. അപ്പൊ അവിടെ വെച്ച് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. വ്യാസദേവനായിരുന്നു അന്ന് ആ കുട്ടി ഉണ്ടായപ്പോ. കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു പേര്. അവിടെ ആ ദ്വീപുകളുടെ ഇടയിൽ വെച്ചുണ്ടായതുകൊണ്ടാണ് ദ്വൈപായനൻ എന്ന പേര് വന്നത്. അങ്ങനെ ആ കൃഷ്ണദ്വൈപായനൻ ഉണ്ടായപ്പോൾ തന്നെ വളർന്നു വലുതായി അദ്ദേഹം പറഞ്ഞു, ഞാനിതാ പോകുന്നു അമ്മേ, എനിക്ക് നിയോഗം വേറെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് എപ്പോൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നോ ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പോയിട്ടുണ്ട്. അപ്പം വളരെ ജ്ഞാനിയായി ഒരുപാട് കാര്യങ്ങൾ എല്ലാം നടത്തിക്കൊണ്ട് സർവ്വവേദേതിഹാസങ്ങളുടെയും സൃഷ്ടാവായി അദ്ദേഹമുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ വിചാരിച്ചാൽ അദ്ദേഹം വരും, അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും എന്ന് സത്യവതിക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഭീഷ്മരുടെ ഉപദേശപ്രകാരം
അവരെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിൽ നിന്ന് പുത്രരെ ജനിക്കുന്നതിന് വേണ്ടി അംബികയ്ക്കും ഈ കഥയും ഞാൻ പറഞ്ഞിട്ടുള്ളതാ, അംബികയ്ക്കും അംബാലികയിലേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു രൂപവും വേദവ്യാസന്റെ ആ രൂപം ഒന്നും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് എന്തായി, അവര് കണ്ണടച്ചു. അംബിക കണ്ണടച്ചതുകൊണ്ട് ധൃതരാഷ്ട്രരെ ഉണ്ടായപ്പോൾ അന്ധനായി മാറുകയും അതുപോലെ അംബാലിക വിളറി വെളുത്തുപോയി പാണ്ഡുരോഗം പിടിപെടുകയും ഒക്കെ ചെയ്തതായിട്ട് നമ്മള് കഥ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഒന്നുകൂടി എന്ന് വെച്ചാൽ കുട്ടികളെ രാജ്യഭരണം നടത്താൻ തക്ക കുട്ടിയെ ലഭിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അംബികയോട് വീണ്ടും സത്യവതി ആവശ്യപ്പെട്ടപ്പോഴേ സത്യവതിക്ക് ഭയങ്കര വിഷമമായി. അവര് പറഞ്ഞു, അവരെന്ത് ചെയ്തു, തന്റെ പ്രിയപ്പെട്ട ദാസിയോട് പറഞ്ഞു, ദാസിയെ നിയമിക്കുകയും അങ്ങനെ ആ ദാസിയാണ് ദാസിയിൽ ഉണ്ടായ കുട്ടിയാണ് വിതുരരെന്ന് പറയുന്നത്. അങ്ങനെ വിതുരരുടെ കഥ ഇനി നാളെ പറയാം, ഇന്ന് സമയമില്ല. വിതുരരുണ്ടാകുന്നു. വിതുരര് എന്ത് ചെയ്യുന്നു, വളരെയധികം ഉപദേശം, വളരെ ജ്ഞാനിയാണ് വിതുരര്. അതിന് കാരണമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് അദ്ദേഹത്തിന് കിട്ടിയത് വിതുരർ. ആ വിതുരര് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ ഉപദേശിക്കുന്നുണ്ട്. ആരെ? നമ്മുടെ ദുര്യോധനനെയും അതുപോലെ അവരെ 101 പേരെയും ഉപദേശിക്കും. പക്ഷേ അതൊന്നും കേൾക്കാൻ അവർ തയ്യാറല്ല. ദുര്യോധനൻ പറയുന്നതേ തന്റെ അച്ഛനായ ധൃതരാഷ്ട്രർ കേൾക്കത്തുള്ളൂ. അദ്ദേഹത്തിന് ഈ സ്വന്തം അഭിപ്രായം ഒന്നുമില്ല. എന്ത് ദുര്യോധനൻ പറയുന്നോ അത് കേൾക്കും. അങ്ങനെ ആ ദുര്യോധനൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഇരുന്ന സമയത്ത് അധർമ്മമാണ് ചെയ്യുന്നത് അത്രയും, എന്തെല്ലാം അധർമ്മങ്ങൾ ചെയ്യുന്നു, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഏത് രീതിയിൽ എന്ത് ചെയ്യാം എന്നൊക്കെ വിതുരർ ഉപദേശിക്കുന്ന അവസരത്തിൽ ദുര്യോധനൻ അത് ഇഷ്ടപ്പെട്ടില്ല. ധൃതരാഷ്ട്രയാണ് ഉപദേശിക്കുന്നത്, പക്ഷേ ഭരണം ആരുടെ കയ്യിലാണ്? ദുര്യോധന്റെ കയ്യിലാണ്. ദുര്യോധനൻ അത് ഇഷ്ടപ്പെടാതെ ആ ഒരു ദാസീപുത്രൻ ഇത്ര അഹങ്കാരമോ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും വളരെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ വിതുരർക്ക് പോകാൻ സമയമായിരുന്നു. കാരണം ആ വിതുരർക്ക് നോളജ് എല്ലാം കിട്ടാനുള്ള സമയം അടുത്തു. കൃഷ്ണൻ പോകാറായി. ആ സമയത്ത് എന്താണ്, മൈത്രേയ മുനിയിൽ നിന്ന് എല്ലാ ഉപദേശങ്ങളും കിട്ടത്തക്ക ഒരു സാഹചര്യം. ഇതാണ് ഓരോന്നും ഭഗവാൻ ഒരുക്കി കൊടുക്കുകയാണ് ഓരോരുത്തർക്കായിട്ട്. നമ്മൾക്കും പല നിയോഗങ്ങൾ നമുക്കും വരും. നമ്മളത് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് ഓരോ അവസരത്തിൽ ഓരോന്ന് തരുന്നതാണ്. വിചാരിക്കും അങ്ങനെ വന്നല്ലോ ഇങ്ങനെ വന്നല്ലോ എന്ന് തോന്നുമെങ്കിലും അതൊക്കെയും ഭഗവാൻ തരുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെ വിതുരര് ഇത് കേട്ട് വളരെ സങ്കടപ്പെട്ടിട്ട് വിതുരർ അവിടുത്തെ ഇറങ്ങി പോവുകയാണ്. പോകുന്ന സമയത്ത് ഗംഗാതടത്തിൽ ചെല്ലുകയും അവിടെ വെച്ച് ഭഗവാൻ പോയ കാര്യം അറിയിക്കുകയും അങ്ങനെ ആരെ സമീപിക്കണം, വിതുരർക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത്രമാത്രം സ്ഥാനം ഭഗവാന്റെ മനസ്സിൽ വിതുരരെ കുറിച്ച് ഉണ്ടായിരുന്നു. അതിന് കാരണമുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിലെ പറയാൻ പറ്റും, ഒരുപാട് വലിയ കഥയാണ്. അങ്ങനെ ആ ഒരു വിതുരർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ മൈത്രേയ മഹർഷി തയ്യാറാകുന്നു. അങ്ങനെ ആ അറിവും സകലതും നേടിയ ശേഷം തിരിച്ചിവിടേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു ആത്മാവിന്റെ പ്രാപ്യസ്ഥാനത്തെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനവും മൈത്രേയ മുനിയിൽ നിന്ന് ലഭിച്ചു. ഇനിയിപ്പൊ നമ്മൾ ഭാഗവതം പഠിക്കുന്ന അധികവും മൈത്രേയ മുനിയും വിതുരരും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ അതിനുശേഷം ഹസ്തിനാപുരത്തിലേക്ക് മടങ്ങി വന്ന് തന്റെ ജ്യേഷ്ഠനെ എങ്ങനെങ്കിലും രക്ഷിക്കണം എന്ന് കരുതി ഇവിടെ വന്ന് അദ്ദേഹം എല്ലാത്തിലും നിപുണനായി തീർന്നു എന്ന് മാത്രമേ ഈ ശ്ലോകത്തിൽ പറയുന്നുള്ളൂ. എന്നിട്ട് ധൃതരാഷ്ട്രയെ രക്ഷിക്കാൻ തയ്യാറാകുന്നതാണ് നമ്മൾ ഇനിയും കാണുന്നത്. സമയമായതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ. അടുത്ത ദിവസം ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് പഠിച്ചതെന്ന് അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് നോക്കിയിട്ട് വരണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇത്രയും 1 മണിക്കൂർ നമുക്ക് ഇപ്പൊ പോയി, ഈ 1 മണിക്കൂർ യാതൊരു പ്രയോജനവും ഇല്ല, അല്ലെ? അപ്പൊ അതിന് എന്തെങ്കിലും ഒരു പ്രയോജനം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതെങ്കിലും എന്താണ് എന്നൊന്ന് ചിന്തിച്ചിട്ട് പോരണേ എന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. ഹരേ കൃഷ്ണ.